ദുര്യോധനൻ പാണ്ഡവരോട് പോരിനുറച്ചു. അവൻ്റെ കാരിരുമ്പ് ഗദ കയ്യിലെടുത്തു. പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കയത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ദുര്യോധനന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകളുണ്ടായിരുന്നു. മുറിവിൽ കൂടി അപ്പോഴും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ഗദ ചുഴറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, ഹേയ് യുധിഷ്ഠിര, എന്നോട് ഓരോരുത്തരായി ഏറ്റെതിർക്കുവിൻ. പല വീരന്മാർ ഒരാളിനെ എതിർക്കുന്നത് മര്യാദയല്ല. വിശേഷിച്ചിട്ടും ഞാൻ ചട്ടയറ്റവനും മുറിവേറ്റവനുമാണ്. എങ്കിലും ധർമ്മവും കീർത്തിയും പാലിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ ഒറ്റയ്ക്ക് പൊരുതുന്നുണ്ട്. ഗദ കൊണ്ട് നിങ്ങളെ ഞാൻ ജയിക്കുന്നതാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ബേഷ് ബേഷ് സുയോധന, നിനക്ക് ഈ ബുദ്ധി എവിടെ നിന്നുണ്ടായി? ഏറെ പേർ കൂടി ഒരുത്തനെ എതിർക്കുന്നത് മര്യാദയല്ലെങ്കിൽ 7 മഹാരഥന്മാർ കൂടി അഭിമന്യുവിനെ എതിർത്തതും കൊന്നതും എങ്ങനെ ധർമ്മമാവും? കഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും ധർമ്മത്തെപ്പറ്റി പ്രസംഗിക്കും, അല്ലാത്തപ്പോൾ എല്ലാവിധ അധർമ്മങ്ങളും പ്രവർത്തിക്കും. എടാ ദുര്യോധന, കൂടുതലൊന്നും പറയണ്ട, ചട്ടയിടൂ, മുടി കെട്ടി മുറുക്കൂ. നിനക്കെന്താണില്ലാത്തതെങ്കിൽ അത് തേടി എടുത്തുകൊള്ളൂ. 5 പാണ്ഡവന്മാരിൽ ആരോടാണ് നീ പോരാടുവാൻ ഇച്ഛിക്കുന്നതെന്ന് വെച്ചാൽ പോരാടൂ. അവനെ കൊന്നാൽ നിനക്ക് രാജാവാകാം, ചത്താൽ സ്വർഗവും നേടാം. ഉടൻ തന്നെ ദുര്യോധനൻ ചട്ടയും മുടിചാർത്തു വാങ്ങി. മുടിചാർത്ത് ധരിച്ച് പൊൻചിട്ടയിലിട്ടപ്പോൾ അവൻ പൊന്മല പോലെ പ്രശോഭിച്ചു. ഗദയേന്തി പോർക്കളത്തിൽ സന്നിധനായി നിന്ന് പാണ്ഡവരോടായി അവൻ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഗദയുമെടുത്ത് എന്നോട് ഏൽക്കുക. ഞാൻ ആരോട് വേണമെങ്കിലും പൊരുതി ജയിക്കാം. ഗദായുദ്ധത്തിൽ എന്നോട് തുല്യനായി ആരുമില്ല. ഗദയാൽ ഏവനെയും ഞാൻ കൊല്ലും. എന്നോട് പൊരുതുവാൻ തയ്യാറുള്ളവൻ ഗദയെടുക്കട്ടെ. ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. യുധിഷ്ഠിരന്റെ മൗഢ്യം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം നിരാശയും കോപവും കൊണ്ട് അസ്വസ്ഥനായി. കൃഷ്ണൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, രാജാവേ, അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങളിൽ ഒരാളെ കൊന്നാൽ ദുര്യോധനനെ രാജാവാക്കാമെന്ന് പറഞ്ഞത് എന്തൊരു സാഹസമാണ്. ഭവാൻ പണ്ടത്തെ പോലെ ചൂതുപോലെ ശകുനിയുമായി വേണ്ടാത്തതിനിറങ്ങിയതുപോലെ ഇപ്പോഴും ഇതാ ഓരോ വിഷമങ്ങൾ വലിച്ചു കൂട്ടുവാൻ തുടങ്ങിയിരിക്കുന്നു. യുധിഷ്ഠിര, ഈ ദുര്യോധനൻ കഴിഞ്ഞ 13 വർഷങ്ങളായി ഇരുമ്പുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ഗദായുദ്ധം അഭ്യസിച്ചവനാണ്. ഭീമസേന വധത്തിനു വേണ്ടി മാത്രമാണ് അവനത് ചെയ്തത്. എങ്കിലും അവനോട് പൊരുതുവാൻ ഭീമൻ ഒഴികെ മറ്റാരും ഈ ലോകത്തിലുമില്ല. ഭീമനും അവനെ ജയിക്കുവാൻ വളരെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഭീമൻ ബലവാനും സമർത്ഥനവുമാണ്. എന്നാൽ ദുര്യോധനൻ പടുവാണ്. ബലവാനും പടുവും കൂടി എതിരിട്ടാൽ പടുവാണ് മെച്ചം നേടുക. ഞങ്ങളിൽ ഒരാളെ കൊന്നാൽ നിനക്ക് രാജാവാകാമെന്ന് ശത്രുവിനോട് പറഞ്ഞ വിഡ്ഢിത്തം ഓർക്കുമ്പോൾ നിങ്ങൾ എന്നും കാട്ടിൽ വാഴാനാണോ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കാനാണോ പടച്ചുവിട്ട കൂട്ടരെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണൻ യുധിഷ്ഠിരനോട് പരീക്ഷമായി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഭീമൻ കേശവനെ സമാധാനിപ്പിച്ചു. അവൻ പറഞ്ഞു, യദുനന്ദന, മധുസൂദന, ഭവാൻ വിഷാദിക്കരുത്. പോരിൽ ഞാൻ ദുര്യോധനനെ കൊല്ലും. അങ്ങൊട്ടും സംശയിക്കേണ്ട. അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. കൃഷ്ണന് സമാധാനമായി. അദ്ദേഹം സന്തോഷസമീതം പറഞ്ഞു, മഹാബാഹു, നിന്റെ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീയാണല്ലോ ധാർത്തരാഷ്ട്രന്മാരെ എല്ലാം കൊന്നത്. അതിൽ ശേഷിച്ച ദുര്യോധനയും കൊന്ന് ആഴിചൂഴുന്ന ഊഴിയെ ധർമ്മരാജാവിന് നൽകുക. സാത്വികിയും പാഞ്ചാലരും മറ്റും ഭീമസേനന്റെ വാക്കിനെ ബഹുമാനിച്ചു. ഭീമൻ ദുര്യോധനനെ കൊല്ലുമെന്ന് വിശ്വസിച്ചു. ഭീമസേനൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. അവൻ ദുര്യോധനനെ നോക്കി ആക്രോശിക്കുവാൻ തുടങ്ങി. എടാ ദുഷ്ട, നീയും നിന്റെ അച്ഛനും സഹോദരന്മാരും ബന്ധുജനങ്ങളും കൂടി ഞങ്ങളെ വളരെയധികം ദേഷിപ്പിച്ചു. അന്ധനായ നിന്റെ അച്ഛനും കൃതജ്ഞനും പുരുഷാധമനുമായ നീയും മാത്രം ഇപ്പോൾ ശേഷിക്കുന്നു. നിന്നെയും ഇന്ന് ഞാൻ കൊല്ലും, അതിന് യാതൊരു സംശയവുമില്ല. പാണ്ഡവന്മാരും മറ്റുള്ളവരും ഇത് കേട്ട് ആർത്തു വിളിച്ചു. കൂട്ടം തെറ്റി ആനയെ പോലെ ഒറ്റയനായി നിൽക്കുന്ന ദുര്യോധനൻ ഭീമന്റെ പോർവിളിയോ പാണ്ഡവരുടെ ഹർഷാരവമോ കേട്ടിട്ട് അശേഷം പതറിയില്ല. അവൻ കൂസലില്ലാതെ ഭയമില്ലാതെ വാട്ടമില്ലാതെ സിംഹം കണക്കെ മാരുതപുത്രനോട് എതിരേറ്റു. മത്തേപത്തോട് മത്തേപമെന്ന പോലെ അവർ ഉഗ്രമായൊരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. ആ അവസരത്തിൽ പെട്ടെന്ന് അവിചാരിതമായി ബലഭദ്രൻ ആ രംഗത്തേക്ക് കടന്നു വന്നു. കൗരവ പാണ്ഡവന്മാർ തമ്മിൽ യുദ്ധം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു പക്ഷത്തും കൂടുവാൻ കഴിയുകയില്ലെന്ന ഉദ്ദേശത്തോടെ ബലരാമൻ ഒരു തീർത്ഥയാത്ര നടത്തുവാനാണ് തീരുമാനിച്ചത്. അദ്ദേഹം സരസ്വതി, പ്രഭാസം, കപാലമോചനം, ഇന്ദ്രപാപമോചനം തുടങ്ങിയ പല പുണ്യതീർത്ഥങ്ങളും സഞ്ചരിച്ച് ആ വഴിക്കുണ്ടായിരുന്ന അനവധി താപസന്മാരുടെ ആശ്രമങ്ങളും സന്ദർശിച്ചിട്ട് കുരുക്ഷേത്രത്തിൽ എത്തിയതാണ്. ഒരാശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ വരുവാനിടയായി. നാരദ മഹർഷിയിൽ നിന്നാണ് കൗരവ പാണ്ഡവ യുദ്ധത്തെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം ബലരാമൻ മനസ്സിലാക്കിയത്. കൗരവപക്ഷത്ത് കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂവെന്നും ദുര്യോധനനും ഭീമനും തമ്മിൽ ഇപ്പോൾ ഗദായുദ്ധം നടക്കുകയാണെന്നും അതിൻ്റെ അവസാനത്തോടുകൂടി മഹാഭാരത യുദ്ധം തന്നെ അവസാനിക്കുമെന്നും നാരദൻ ബലഭദ്രനെ ധരിപ്പിച്ചു.
എങ്കിൽ ഈ അവസാനത്തെ യുദ്ധം കണ്ടുകളയാമെന്നുള്ള ഉദ്ദേശത്തോടെ തൻ്റെ പരിവാരങ്ങളെയെല്ലാം ദ്വാരകയിലേക്ക് അയച്ചിട്ട് ബലരാമൻ നേരെ പോർക്കളത്തിലെത്തി. ഭീമനും ദുര്യോധനനും കൂടി കടുത്ത വാശിയോടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മഹാസമുദ്രങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ ഘോരമായിരുന്നു അവരുടെ ദ്വന്ദ്വയുദ്ധം. ബലരാമൻ അവരുടെ മുന്നിലെത്തി. ബലരാമൻ ഗദായുദ്ധത്തിൽ അസാമാന്യ പ്രാവീണ്യമുള്ള ആളാണ്. ദുര്യോധനെയും ഭീമനെയും അദ്ദേഹം ഗദായുദ്ധം അഭ്യസിപ്പിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ ആചാര്യനെ ആകസ്മികമായി കണ്ടപ്പോൾ രണ്ടുപേരും ആശ്ചര്യം കൊണ്ട് ആവിഷ്ടരായി. രണ്ടുപേരും യുദ്ധം നിർത്തിയിട്ട് ആചാര്യനെ വന്ദിച്ചു. കൃഷ്ണനും യുധിഷ്ഠിരാദികളും യാദവശ്രേഷ്ഠനെ വണങ്ങി വേണ്ട വിധത്തിൽ ഉപചരിക്കുകയും ചെയ്തു. ആചാര്യനായ ബലഭദ്രനെ മുന്നിൽ വെച്ച് തങ്ങളുടെ ഗദായുദ്ധ നിപുണത പ്രദർശിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഭീമനും ദുര്യോധനും ഒരേപോലെ ആഹ്ലാദിച്ചു. അവർ ദ്വന്ദ്വയുദ്ധം തുടരുവാൻ തയ്യാറായി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഹേ വീരന്മാരെ, നിങ്ങൾ ഇവിടെ വെച്ചല്ല യുദ്ധം ചെയ്യേണ്ടത്. കുരുക്ഷേത്രം പുണ്യഭൂമിയിലാണ്. ത്രൈലോകത്തിൽ പ്രസിദ്ധമായ ആ പുണ്യസ്ഥലത്ത് പോരിലേറ്റു മരിച്ചാൽ സ്വർഗം ശാശ്വതമായി ലഭിക്കും. അതുകൊണ്ട് അവിടെ ചെന്ന് നിങ്ങൾ ദ്വന്ദ്വയുദ്ധം നടത്തുക. എല്ലാവരും അത് സമ്മതിച്ചു. അവർ സമന്ത പഞ്ചകത്തിലേക്ക്, അതായത് കുരുക്ഷേത്രത്തിലേക്ക് നടന്നു. 11 അക്ഷൗഹിണിയുടെ നാഥനായിരുന്ന ദുര്യോധനൻ മന്നവന്മാർക്കൊക്കെ ആജ്ഞ നൽകി. ലോകത്തിൻ്റെ നാഥനായി വാണുന്ന സുയോധനൻ, ലക്ഷക്കണക്കിന് തേരുകളുടെ ഉടമയായിരുന്ന ധാർത്തരാഷ്ട്രൻ അനാഥനെ പോലെ ഗദയുമെടുത്ത് കുരുക്ഷേത്രത്തിലേക്ക് നടന്നു പോവുക തന്നെ ചെയ്തു. കുരുക്ഷേത്രത്തിലെത്തിയ കൃഷ്ണന്റെയും ബലഭദ്രന്റെയും പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും മറ്റും മുന്നിലായി ദുര്യോധനനും ഭീമനും യുദ്ധസന്നദ്ധരായി നിന്നു. രണ്ടുപേരും പ്രഹൃഷ്ടന്മാരാണ്. രണ്ടുപേരും സുമധരന്മാരായ പോരാളികളാണ്. ചിഹ്നം വിളിക്കുന്ന ആനകളെപ്പോലെയും മുക്കയറയിടുന്ന കാളയെപ്പോലെയും ബലോന്മത്തരായ അസുരന്മാരെ പോലെയും അവരിരുവരും ഇളകിക്കൊണ്ടേയിരുന്നു. ഇതാ ഞാനും ഭീമനും കൂടി യുദ്ധം തുടങ്ങുകയായി, അഹങ്കാരത്തോടെ ദുര്യോധനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ആ സമയത്ത് പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണുകയുണ്ടായി. ചരൽ കോരി വിതുന്ന വിധം കൊടുങ്കാറ്റുണ്ടായി. ആകാശം പിളരത്തക്കവണ്ണം കൊള്ളിമീൻ മിന്നി. രോമാഞ്ചമഞ്ചുന്ന വിധത്തിൽ പലമട്ട് ഇടിവിട്ടി. കാടും നാടും ആടുന്ന വിധത്തിൽ ഭൂമി കുലുങ്ങി. അശരീരമായ ഉഗ്രശബ്ദങ്ങൾ കേട്ടു. ദിക്കാകെ ഇരുണ്ട് മൂടുവാൻ തുടങ്ങി. സമയം ചെല്ലുംതോറും ദ്വന്ദ്വയുദ്ധത്തിന്റെ ഭീകരത വർദ്ധിച്ചു വന്നു. ഇന്ദ്രനും വലനും എന്ന പോലെയും ബാലിയും സുഗ്രീവൻ എന്ന പോലെ, ശ്രീരാമനും രാവണനും എന്ന പോലെ ഭീമനും ദുര്യോധനനും തമ്മിൽ പോരാടി. മഹാഭാരത യുദ്ധത്തിന്റെ അന്ത്യത്തെ കുറിക്കുന്ന ആ യുദ്ധം മനുഷ്യരെന്ന പോലെ ദേവന്മാരും ഉപദേവന്മാരും നർമ്മനിഷ്ഠിലേക്ക് നോക്കി നിൽക്കുക തന്നെ ചെയ്യും. ഗദായുദ്ധ വിശാരദന്മാരായ ഇരുവരും പല രീതിയിലും പോരാടി. പ്രഹരമൊഴിച്ച്, തടുക്കൽ, പിന്മാറ്റം, പിന്നോട്ട് ചുറ്റൽ, മുൻചുറ്റൽ, പിൻചാട്ടം, മുൻചാട്ടം തുടങ്ങിയ ഗദായുദ്ധത്തിലെ നാനാവിധത്തിലുള്ള അടവുകളും ഇരുവരും പ്രകടിപ്പിച്ചു. വട്ടത്തിൽ ചുറ്റിയും മുന്നോട്ട് കുതിച്ചും പിന്നോക്കം വാങ്ങിയും അടിച്ചും തടുത്തും വീശിയും ഉച്ചത്തിൽ അട്ടഹസിച്ചും വീരവാദങ്ങൾ പറഞ്ഞും അവർ നടത്തിയ ദ്വന്ദ്വയുദ്ധം കാണികൾക്ക് രോമാഞ്ചകഞ്ചുകമായിരുന്നു. രണ്ടുപേർക്കും അന്യോന്യം ആഞ്ഞടിക്കുമ്പോൾ ഗദ കൊണ്ട് തടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ചിലപ്പോൾ ഗദ രണ്ടുപേരുടെയും ശരീരത്തിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിൽ ചോരയൊലിച്ചു. അവർ രക്തത്തിൽ ആറാടി. ദുര്യോധനൻ ഭീമന്റെ നേരെ പാഞ്ഞു ചെന്ന് ഗദ കൊണ്ടടിച്ചപ്പോൾ മാരുതി തന്റെ ഗദ കൊണ്ടത് തടുത്തു. രണ്ട് ഗദകളും കൂട്ടിമുട്ടി തീ പറന്നു. അവർ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. ദുര്യോധനന്റെ ഒരു ഗദാപ്രഹരം ഭീമന്റെ തലയ്ക്ക് കണക്കിനേറ്റു. എങ്കിലും ഭീമൻ കുലുങ്ങിയില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭീമൻ ദുര്യോധനനെ പ്രഹരിച്ചു. ഇത് കണ്ട് പാണ്ഡവന്മാരും പാഞ്ചാലരും ഭീമനെ പുകഴ്ത്തിക്കൊണ്ട് ആർത്തു വിളിച്ചു. ദുര്യോധനന് ലേശം പോലും പരിഭ്രമമുണ്ടായില്ല. അവൻ ശക്തിയായി ഭീമനെ അടിച്ചു. ഒരടിയേറ്റ് ഭീമൻ മുട്ടുകുത്തി വീണു. ഇത് കണ്ട് യുധിഷ്ഠിരാദികൾ പരിഭ്രാന്തരായി. എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭീമൻ ചാടി എണീറ്റ് ദുര്യോധനനെ പ്രഹരിക്കുവാൻ ആരംഭിച്ചു. ദുര്യോധനൻ 1-2 പ്രാവശ്യം ഭീമന്റെ പ്രഹരമേറ്റ് ഭൂമിയിൽ ഇരുന്നു പോയി. എങ്കിലും അവനും പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് പോര് തുടർന്നുകൊണ്ടേയിരുന്നു. രണ്ടുപേരും അത്യന്തം വാശിയോടെ പോരാടുന്നുണ്ട്. രണ്ടുപേരും അത്യന്തം വാശിയോടെ എതിരാളിയുടെ മേൽ ആഞ്ഞടിച്ച് അടിച്ചുകൊണ്ടേയിരുന്നു. യുദ്ധം ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരുന്ന അർജുനൻ ഈ അവസരത്തിൽ കൃഷ്ണനോട് ചോദിച്ചു, മധുസൂദന, ഇവരിൽ ആരാണ് ബലവാനായ യോദ്ധാവ്? ഭവാന്റെ അഭിപ്രായം എന്താണ്? ആർക്കെന്ത് ഗുണം കൂടും? ജനാർദ്ദന പറയൂ. കൃഷ്ണൻ പറഞ്ഞു, അഭ്യാസബലം രണ്ടുപേർക്കും തുല്യമാണ്. ഭീമൻ ശക്തി കൂടിയവനാണ്. എന്നാൽ ദുര്യോധനൻ ഭീമനേക്കാൾ സമർത്ഥനാണ്. ഈ ഘോരമായ യുദ്ധം ഇപ്പോൾ ഓരോരുത്തൻ്റെ ജയത്തിൻ്റെയോ തോൽവിയുടെയോ അടിസ്ഥാനത്തിൽ നിർണയിക്കുവാൻ പോവുകയാണ്. ദുര്യോധനനെ ഗദായുദ്ധത്തിൽ അനുവദിച്ചത് യുധിഷ്ഠിരൻ്റെ മൗഢ്യം കൊണ്ടാണ്. ദുര്യോധനൻ ജയിച്ചാൽ അവൻ രാജാവായിത്തീരും. നിങ്ങളെല്ലാം വീണ്ടും കാട്ടിലേക്ക് പോകേണ്ടി വരും. ദുര്യോധനൻ ജീവനിൽ കൊതിയില്ലാതെയാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയുള്ളവനെ തോൽപ്പിക്കുവാൻ സുരേന്ദ്രന് പോലും സാധ്യമല്ല. ആകയാൽ ധർമ്മയുദ്ധത്തിൽ ഭീമൻ ദുര്യോധനനെ ജയിക്കുകയില്ല. കപടം കാണിക്കാതെ ദുര്യോധനനെ കൊല്ലുവാൻ കഴിയുകയില്ല. ദുര്യോധനന്റെ തുട തല്ലിപ്പൊളിക്കുമെന്ന് ഭീമൻ ചൂതാട്ട സമയത്ത് ശപഥം ചെയ്തിട്ടുണ്ടല്ലോ.
ഭീമൻ ആ ശബ്ദം നിറവേറ്റിയാൽ മതി. മായാവിയായ ദുര്യോധനെ മായയാൽ തന്നെ കൊല്ലട്ടെ. ഇത് കേട്ടപ്പോൾ അർജുനൻ തൻ്റെ ഇടത്തെ തുടമേൽ ഭീമന്റെ കാണത്തക്കവണ്ണം 2-3 പ്രാവശ്യം തട്ടി. അർജുനന്റെ സൂചന ഭീമന് മനസ്സിലായി. ദ്വന്ദ്വയുദ്ധം അപ്പോഴും ഭയാനകമായ വിധത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ആവേശം കൊണ്ട് രണ്ടുപേരും ബോധം നശിച്ച മട്ടിലാണ് യുദ്ധം ചെയ്യുന്നത്. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടും രണ്ടുപേരും ആഞ്ഞാഞ്ഞടിക്കുകയാണ്. മൃഗോദരൻ ദുര്യോധനന്റെ നേർക്ക് ഏറ്റവും മൂക്കോടെ ഗദ വീശി. ദുര്യോധനൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഗദ ഭൂമിയിലാണ് പതിച്ചത്. ദുര്യോധനൻ ഉടൻ തന്നെ ഭീമനെ പ്രഹരിച്ചു. അത് ശരീരത്തിൽ കൊണ്ട് ഭീമൻ ഒരു നിമിഷത്തേക്ക് തരിച്ചു നിന്നുപോയി. ക്ഷണനേരത്തിനുള്ളിൽ ഭീമസേനൻ ദുര്യോധനന്റെ മേൽ പാഞ്ഞു കയറി. ഭീമന്റെ പ്രഹരത്തിൽ നിന്നൊഴിവാനായി ദുര്യോധനൻ ഭൂമിയിൽ നിന്ന് മേലോട്ട് കുതിച്ചു ചാടി. ആ തക്കം നോക്കി ഭീമൻ ദുര്യോധനന്റെ ഇടത്തെ തുടയ്ക്ക് ആഞ്ഞടിച്ചു. ഭീമകർവാവായ ഭീമൻ വീശിയ വജ്രാഭിധിനിയായ ഗദ ദുര്യോധനന്റെ ഇടത്തെ തുടയിൽ കൊണ്ടു. തുട പൊട്ടിച്ചിതറി. രക്തപ്രവാഹത്തോടെ ദുര്യോധനൻ നിലത്ത് വീഴുകയാണുണ്ടായത്. ആ നരവ്യാഘ്രൻ ഭൂമിയിൽ പതിച്ചപ്പോൾ ഭൂമിയാകെ കുലുങ്ങി. ഭീമൻ അന്തരീക്ഷം നടുങ്ങുമാർ അട്ടഹസിച്ചു. അവിടെയുള്ള എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു. ശംഖ്, ഭേരി, ആനകം തുടങ്ങിയവയുടെ നിനദം ആകാശത്തെ ഭേദിക്കത്തക്കവണ്ണം മുഴങ്ങുവാൻ തുടങ്ങി. ധാർത്തരാഷ്ട്രന്മാരെ ശേഷിച്ച ദുര്യോധനന്റെ പതനത്തോടെ കൗരവ സാമ്രാജ്യത്തിന്റെ പതനം പൂർത്തിയായി. അപ്പോഴേക്കും ആദിത്യനും അമ്പുതിയിൽ പതിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. യുദ്ധം കാണുവാൻ വന്ന ഗന്ധർവന്മാരും ദേവന്മാരുമെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ദുര്യോധനെ അടിച്ചു വീഴ്ത്തിയിട്ടും വൈരം ശമിക്കാത്ത ഭീമൻ വീണുകിടക്കുന്ന ദുര്യോധനന്റെ ശിരസിൽ ഇടത്തെ കാലുകൊണ്ട് ചവിട്ടുകയും തല പുറങ്കാലുകൊണ്ട് തട്ടുകയും ചെയ്തു. അതോടൊപ്പം ദുര്യോധനൻ പാണ്ഡവന്മാരോടും പാഞ്ചാലിയോടും കാണിച്ച ക്രൂരകൃത്യങ്ങൾ ഒന്നൊന്നായി പറയുകയും ഇപ്പോൾ അതിനെല്ലാം പകരം വീട്ടുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭീമൻ തുടർന്നു. ഞങ്ങൾക്ക് ചതിയോ വഞ്ചനയോ ചൂതുകളിയോ ഒന്നുമില്ല. കയ്യൂക്കുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കൊന്നത്. ഞങ്ങൾക്ക് സ്വർഗമോ നരകമോ എന്തു വേണമെങ്കിലും ലഭിക്കട്ടെ. എന്തായാലും എൻ്റെ പ്രതിജ്ഞയെ നിറവേറ്റിയാൽ അതിൽ തന്നെ ഞാൻ കൃതാർത്ഥനാണ്. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ദുര്യോധനന്റെ തലയിൽ ചവിട്ടിയ ഭീമനെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ധർമ്മപുത്രൻ പറഞ്ഞു. ഭീമ, നല്ലതോ ചീത്തയോ ചെയ്ത നീ വൈരത്തിന്റെ കടം വീട്ടി, പ്രതിജ്ഞയും പൂർണ്ണമാക്കി. ഇനിയും നീ അടങ്ങൂ. നീ ഇവന്റെ തലയ്ക്ക് ചവിട്ടരുത്. ഇവൻ രാജാവാണ്, രക്തസംബന്ധിയാണ്. ഹേ വൃഗോദര, നീ ചെയ്തത് ന്യായമായില്ല. ഭീമസേനൻ ദുര്യോധനന്റെ തുടയിലടിച്ചു കണ്ട് ബലരാമൻ കഠിനമായി ക്രോധിച്ചു. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ചു. ബലരാമൻ പറഞ്ഞു, കഷ്ടം ഭീമ, നീ എന്താണ് ഈ കാണിച്ചത്? നാഭിക്ക് താഴെ അടിക്കുകയോ? ഗദായുദ്ധത്തിൽ നാഭിക്ക് താഴെ അടിക്കരുതെന്നാണ് ശാസ്ത്രവിധി. മൂഢനായ വൃഗോദരൻ തോന്നിവാസം കാണിച്ചിരിക്കുന്നു. ഹലായുധൻ ഹലവും, അതായത് കലപ്പയും കയ്യിലെടുത്തുകൊണ്ട് രോക്ഷാകുലനായി ചാടി എണീറ്റ്. അദ്ദേഹം ഭീമന്റെ നേരെ പാഞ്ഞു. എന്നാൽ കൃഷ്ണൻ പെട്ടെന്ന് അദ്ദേഹത്തെ തടഞ്ഞു. കൃഷ്ണൻ വിനയാനത്വനായി പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് ശാന്തനാവണം. നമുക്ക് സഹജമിത്രങ്ങളാണ് പാണ്ഡവന്മാർ. അവർ നമ്മളുടെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കളാണ്. അവർ വൈരികളായാൽ വഞ്ചിതരുമാണ്. ക്ഷത്രിയന്റെ ധർമ്മം സത്യരക്ഷയാണെന്ന് ഭവാൻ അറിയാമല്ലോ. ഗദയാൽ ഭീമൻ ദുര്യോധനന്റെ തുട ദണ്ഡിക്കട്ടെ എന്ന് പണ്ട് മൈത്രേയ മഹർഷി ശപിച്ചിട്ടുണ്ട്. ഭീമന്റെ പ്രവൃത്തിയിൽ ഞാൻ കുറ്റം കാണുന്നില്ല. അതുകൊണ്ട് അങ്ങ് കയർക്കരുത്. ബലരാമന് കൃഷ്ണന്റെ സ്വാതന്ത്ര്യ യുക്തികൾ രുചിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഏ ഗോവിന്ദ, നീ എന്നോട് എന്തു പറഞ്ഞാലും ഭീമൻ ചെയ്തത് തെറ്റായിപ്പോയി. ധർമ്മമെന്ന് പറയുന്നത് സത്തുക്കൾ ചെയ്യുന്ന കർമ്മമാണ്. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ഭവാൻ ധർമ്മബുദ്ധിയും എപ്പോഴും ധർമ്മവത്സലനുമാണ്. അങ്ങ് ക്രോധിക്കരുത്. കലിയുഗം വന്നു കഴിഞ്ഞു. ദുര്യോധനന്റെ തുട തച്ചു പൊളിക്കുമെന്ന് ഭീമൻ ശപഥം ചെയ്തിട്ടുണ്ട്. അവന്റെ ശപഥം പാലിക്കട്ടെ. ഭവാൻ അടങ്ങിയാലോ? ഇത് കേട്ടിട്ടും ബലരാമൻ പ്രീതനായില്ല. അദ്ദേഹം ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, ധാർമ്മികനായ ദുര്യോധനനെ അധർമ്മത്താൽ കൊന്ന കപടയോദ്ധാവെന്ന പേർ ഭീമൻ സമ്പാദിച്ചിരിക്കുന്നു. യുദ്ധം ദീക്ഷിച്ച് പടക്കളത്തിൽ യുദ്ധയജ്ഞം നടത്തി ശത്രുദ്വീതിയിൽ ദേഹത്തെ ആഹൂതി ചെയ്ത് ദുര്യോധനൻ കീർത്തിമാനായി. ധർമ്മശീലനായ അവൻ വീരസ്വർഗം പാലിക്കും. ഹലായുധൻ ഉടൻ തന്നെ തേരിൽ കയറി ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു. പാഞ്ചാല രാജാക്കന്മാരും മറ്റുള്ളവരും ഭീമന്റെ ചുറ്റിനും കൂടി. എല്ലാവരും ഭീമനെ ശ്ലാഘിച്ചു. ദുര്യോധനനെ വീഴ്ത്തുകയും തലയിൽ ചവിട്ടുകയും ചെയ്തതിൽ അവർ വൃഗോദരനെ അനുമോദിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടു നിന്ന് വാസുദേവൻ പറഞ്ഞു, ദുര്യോധനനെ വീഴ്ത്തിയത് നല്ലത് തന്നെ. പക്ഷെ അവന്റെ തലയിൽ കാലുവെച്ചത് ശരിയായില്ല. അത് ചെയ്യേണ്ടിയിരുന്നില്ല. രാജാക്കന്മാർക്കൊന്ന ശത്രുവിനെ വീണ്ടും കൊല്ലുന്നത് ന്യായമല്ല. എപ്പോൾ ഇവനെ സുഹൃത്തുക്കളുടെ മൊഴി തള്ളിക്കളയുന്നുവോ അപ്പോൾ ഈ പാപി ഹതനായിരിക്കും. ഭീഷ്മരും ദ്രോണനും കൃപനും വിതുരനും എത്രയോ പ്രാവശ്യം ഇവനെ ഉപദേശിച്ചു. എന്നിട്ടും ഇവൻ പാണ്ഡവർക്ക് അവകാശപ്പെട്ട ഭൂമി കൊടുത്തില്ല. ഇവൻ പുരുഷാധമനാണ്.
കൃഷ്ണന്റെ ആക്ഷേപ വാക്കുകൾ ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുന്ന ദുര്യോധനൻ കേട്ടു. കൃഷ്ണന്റെ ആക്ഷേപ വാക്കുകൾ ഊർദ്ധശ്വാസം പോലെ വലിച്ചു കിടക്കുന്ന ദുര്യോധനൻ കേട്ടപ്പോൾ അമർഷത്തോടെ അവൻ തലപൊക്കി നിലത്ത് കൈകളൂന്നി പ്രയാസപ്പെട്ടെഴുന്നേരുന്നു. പ്രാണൻ പോകുന്ന കടുത്ത വേദന കടിച്ചിറക്കിക്കൊണ്ട് ക്രുദ്ധനായ കൃഷ്ണനെ നോക്കി പറഞ്ഞു, എടാ കംസദാസന്റെ മോനെ, നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയുവാൻ. എൻ്റെ തുടയിൽ തല്ലുവാൻ വേണ്ടി അർജുനനെ കൊണ്ട് നീ ഭീമന് സൂചന കൊടുപ്പിച്ചത് ഞാൻ കണ്ടില്ലെന്നാണോ നിന്റെ വിചാരം? സത്യയുദ്ധം ചെയ്ത രാജാക്കന്മാരെ ചതിവിദ്യകൾ ചെയ്തല്ലേ നീ തോൽപ്പിച്ചത്? വീരനായ ഭീഷ്മരെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി വീഴ്ത്തിയല്ലേ നീ? യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിച്ച് ദ്രോണനെ കൊണ്ട് ആയുധം വെപ്പിച്ചത് നീയല്ലേ? യോഗസ്ഥനായ ദ്രോണനെ ദൃഷ്ടദ്യുമ്നൻ കൊന്നത് നീ നോക്കി നിന്നില്ലേ? കൈമുറിഞ്ഞ് പ്രായോപവേശം ചെയ്ത ഭൂരിശ്രവസിനെ സാത്വികയെ കൊണ്ട് കൊല്ലിച്ചത് നീയല്ലേ? നിരായുധനായി തേർച്ചക്രം പൊക്കുന്ന സമയത്തല്ലേ കർണനെ കൊല്ലുവാൻ അർജുനനെ നീ പ്രേരിപ്പിച്ചത്? ഇതൊക്കെയായിട്ടും നീ യോഗ്യത പറയുന്നുവോ? നാണം കെട്ടവൻ. ഇത് കേട്ട് വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഗാന്ധാരീപുത്ര, നീ പാപമാർഗത്തിൽ കൂടിയാണ് ചരിച്ചത്. തന്മൂലം ഭ്രാതാക്കളോടും സൂതന്മാരോടും കൂട്ടുകാരോടും കൂടി നീ നശിച്ചു. നിന്റെ പാപം കൊണ്ടാണ് ഭീഷ്മ ദ്രോണാദികൾ വീണത്. കർണൻ മരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നീ ഇപ്പോൾ മൃതപ്രായനായിരിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല. ഗുരുക്കന്മാരുടെ ഉപദേശം നീ കേട്ടില്ല. നീ വൃദ്ധന്മാരെ ഉപാസിച്ചിട്ടില്ല. അവരുടെ ഹിതത്തെ നീ ആദരിച്ചില്ല. ലോഭത്തിനും തൃഷ്ണയ്ക്കും അടിമയായി നീ പല ആകാരങ്ങളും ചെയ്തു. അതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. ഏതോ ഒരു ന്യായം അന്യായം ഞങ്ങൾ ചെയ്തതായി നീ പറയുന്നുവോ? അതൊക്കെ നിന്റെ ദുഷ്ടത കൊണ്ട് ചെയ്തതാണ്. ഇത് കേട്ടപ്പോൾ ദുര്യോധനന്റെ അമർഷം പതഞ്ഞു പൊങ്ങി. അവൻ പറഞ്ഞു, ലജ്ജയില്ലാത്ത യാദവ, ഞാൻ എന്ത് കാര്യം ചെയ്തതാണ് നീ പറയുന്നത്? പൗരുഷം കൊണ്ട് ആജ്ഞാശക്തി കൊണ്ട് ഞാൻ ഭൂമിയൊക്കെ അടക്കി വാണു. ഒരു മനുഷ്യൻ അനുഭവിക്കുവാൻ കഴിയുന്ന എല്ലാ സുഖങ്ങളും ഞാൻ സൂക്ഷ്മമായി അനുഭവിക്കുകയും ചെയ്തു. നല്ലവണ്ണം അധ്യയനം ചെയ്തു. ധാരാളം ദാനം ചെയ്തു. സ്വധർമ്മം നോക്കുന്ന രാജാക്കന്മാർക്ക് എപ്രകാരമുള്ള മരണമാണോ ശ്രേഷ്ഠമായി കണക്കാക്കുന്നത്, അപ്രകാരമുള്ള ഒരു അന്ത്യം എനിക്ക് ലഭിച്ചു. ശത്രുവിനോട് ധീരമായി പോരാടി ഞാൻ പതിച്ചു. ഇത്ര ഉത്തമമായ ഒരു അന്ത്യം ഏത് രാജാവിനുണ്ടാകും? കൃഷ്ണ, ഞാൻ എൻ്റെ സുഹൃത്ത് സഹോദരന്മാരോടുകൂടി സ്വർഗത്തിൽ സുഖിക്കും. നിങ്ങളെല്ലാം ആശകെട്ട് ദുഃഖിച്ച് നാളുകൾ കഴിച്ചു കൂട്ടും. ധീരനായ സുയോധനൻ ഇത് പറഞ്ഞു തീർന്നപ്പോൾ ആകാശത്തിൽ നിന്ന് സുഗന്ധപുഷ്പങ്ങൾ അവൻ്റെ മേൽ വർഷിക്കപ്പെട്ടു. പരിമളം പരത്തുന്ന മാരുതൻ വീശി. ദേവന്മാർ വാദ്യാഘോഷങ്ങൾ മുഴക്കി. അപ്സരസുകൾ ദുര്യോധനനെ പ്രകീർത്തിച്ച് പാട്ടുപാടി നൃത്തം ചെയ്യുക വരെ ചെയ്തു. വാനിലും വിണ്ണിലും പ്രകാശം പരന്നു. ദുര്യോധനനെ ദേവകൾ പൂജിച്ചത് കണ്ട് പാണ്ഡവന്മാർ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി. ഭീഷ്മനെയും ദ്രോണനെയും കർണനെയും ഭൂരിശ്രവസിനെയും അധർമ്മത്താൽ കൊന്നതായി ദുര്യോധനൻ പറഞ്ഞത് കേട്ട് അവർ ആർത്തരായി മാറി. യുധിഷ്ഠിരാദികൾ പാരാവശ്യവും ദുഃഖവും കണ്ടപ്പോൾ അവരോട് സഹതാപമാണ് കൃഷ്ണനുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ചതിയാലല്ലോ നിങ്ങൾ ഈ ശത്രുക്കളെ കൊന്നതെന്നോർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. ഭീഷ്മ ദ്രോണാദികളെ ന്യായമായ പോരിൽ കൊല്ലുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ ഗദാപാണിയായ ഈ ധാർത്തരാഷ്ട്രന്മാരെ ധർമ്മയുദ്ധത്തിൽ നിങ്ങൾക്കാർക്കും ജയിക്കുവാൻ കഴിയില്ല. തന്മൂലം നാനാവിധത്തിലുള്ള ഉപായങ്ങൾ പ്രയോഗിച്ച് നിങ്ങളുടെ ഹിതത്തിനു വേണ്ടി ഞാൻ അവരെയെല്ലാം കൊല്ലിച്ചതാണ്. ഈ കൗട്ടില്യം ഞാൻ ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിവിടെ ജയം, എവിടെ രാജ്യം, എവിടെ ധനം? വമ്പന്മാരായ പല ശത്രുക്കളും ഉപായം കൊണ്ട് വധിക്കപ്പെട്ടവരാണ്. ഇത് പണ്ട് ദേവകൾ ദാനവരെ കൊല്ലുവാൻ സ്വീകരിച്ച മാർഗമാണ്. സജ്ജനങ്ങൾ പോകുന്ന വഴിയെ ഏവരും പോകുന്നു. അങ്ങനെ നാം വൃഥാർത്ഥരായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വൈക്ലബ്ബം വെടിയുക. ദുഃഖിക്കുവാനുള്ള അവസരമല്ല ഇത്. നരേന്ദ്രന്മാരെ, നമുക്ക് ശിബിരങ്ങളിലേക്ക് പോയി വിശ്രമിക്കാം. വരൂ. വാസുദേവൻ തൻ്റെ പാഞ്ചജന്യം മുഴക്കി. അത് കേട്ടപ്പോൾ എല്ലാവരും ഉത്സാഹഭരിതരായി. പാണ്ഡവന്മാരോട് ചേർന്ന് പാഞ്ചാലരും ഹർഷപുളകം കൊണ്ടു. അവർ ശംഖു വിളിച്ചും ഭേരീനാഥം മുഴക്കിയും അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. കൃഷ്ണനും പാണ്ഡവരും കൂടി കൈനിലകളിലേക്ക് തിരിച്ചു. ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, പാഞ്ചാലി പുത്രന്മാർ തുടങ്ങിയവർ അവരെ പിന്തുടർന്നു. കൈനിലയിലെത്തിയപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഹേ ബൽഗുണ, ഗാണ്ഡീയവും അക്ഷയവുമായ ആവനാഴിയും എടുത്തുകൊണ്ട് നീ ആദ്യമായി തേരിൽ നിന്നിറങ്ങുക. പിന്നീട് ഞാൻ ഇറങ്ങിക്കൊള്ളാം. അർജുനൻ അപ്രകാരം ചെയ്തു. പിന്നീട് മാധവൻ കുതിരകളുടെ കടിഞ്ഞാൺ വിട്ട് തേരിൽ നിന്നിറങ്ങി. മഹാത്മാവായ സർവഭൂതേശൻ ഇറങ്ങിയപ്പോൾ ഗാണ്ഡീവധാരിയുടെ ദിവ്യമായ കപിധ്വജം മറഞ്ഞു. തുടർന്ന് പാർത്ഥരഥൻ കത്തി ഭസ്മമായി ഭൂമിയിൽ പതിച്ചു. ഇത് കണ്ട് പാണ്ഡവന്മാർ അത്ഭുത പരതന്ത്രരായി. അർജുനൻ കൈകൂപ്പി നമിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ ഗോവിന്ദ, എന്താണ് ഈ തേർ കത്തുവാൻ കാരണം? ഇതെന്ത് മഹാത്ഭുതമാണ്? വാസുദേവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, ഇത് പല മഹാസ്ത്രങ്ങളേറ്റ വെന്തതാണ്. എന്നാൽ ഞാനിതിൽ ഇരുന്നത് കൊണ്ട് പോരിനിടയിൽ തകരാതിരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വിടുകയും എൻ്റെ കർമ്മം തീരുകയും ചെയ്തതുകൊണ്ടാണ് ഇത് വെന്ത് തകർന്നത്. അതിനുശേഷം എല്ലാവരും കൂടി കൗരവരുടെ കൈനിലകളിൽ പ്രവേശിച്ചു.
അവിടെ എല്ലായിടവും ശൂന്യമായി കിടന്നിരുന്നു. ദുര്യോധനന്റെ കൈനിലകളിൽ ധാരാളം സ്വർണവും വെള്ളിയും മറ്റും വിലപിടിപ്പുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. അവർ അതെല്ലാം എടുത്തു. അതിനുശേഷം വിശ്രമിക്കുവാൻ ഒരുമ്പിട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇന്ന് നാം ആരും ശിബിരങ്ങളിൽ വിശ്രമിക്കേണ്ട, നമുക്ക് പുറത്തേക്ക് പോകാം, അതാണ് നല്ലത്. പാണ്ഡവന്മാരും സാത്വികയും കൃഷ്ണനും കൂടി ഒരു ഓകാവതി എന്ന പുഴയുടെ നാമനിർദ്ദേശമുള്ള തീരത്തേക്ക് പോയി. ആ രാത്രിയിൽ അവിടെ പാർക്കുവാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്. എല്ലാം മംഗളകരമായി കലാശിക്കുകയും ചെയ്തു. എങ്കിലും ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും കാര്യമോർക്കുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു. ഗാന്ധാരി മാതാവ് വലിയ തപസ്വിനിയാണ്. നമ്മയൊക്കെ കേവല സ്മരണ കൊണ്ട് മാത്രം ദഹിപ്പിക്കത്തക്ക തപശക്തി അവർക്കുണ്ട്. ദുര്യോധനെ അധർമ്മമായിട്ടാണ് ഭീമൻ കൊന്നതെന്ന് അവർ അറിയുമ്പോൾ പുത്രശോകാർത്ഥിയായ ആ തപസ്വിനി ഞങ്ങളെ ശപിക്കും. അങ്ങനെ സംഭവിച്ചാൽ ചെയ്തിടത്തോളം സാഹസങ്ങളൊക്കെ വിഫലമായി തീരുകയില്ലേ? അതുകൊണ്ട് അങ്ങ് തന്നെ ഹസ്തനപുരിയിൽ പോയി ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും സമാധാനിപ്പിക്കണം. കൃഷ്ണനോടൻ തന്നെ ദാരുകനെ വിളിച്ച് രഥം തയ്യാറാക്കുവാൻ പറഞ്ഞു. ദാരുകൻ രഥം പൂട്ടിയൊരുക്കി. ഭഗവാൻ വായുവേഗത്തിൽ ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു. രാജവീതിയിൽ കൂടി കൃഷ്ണൻ ഒറ്റയ്ക്ക് തേരിൽ വരുന്ന വിവരമറിഞ്ഞപ്പോൾ ജനങ്ങൾ അന്തം വിട്ട് നോക്കി നിന്നു. അരമനയിലെത്തിയ കൃഷ്ണൻ ധൃതരാഷ്ട്രൻ മഹാരാജാവിനെ കാണുകയും ചെയ്തു. അപ്പോൾ ധൃതരാഷ്ട്രരും ഗാന്ധാരി ദേവിയും വേദവ്യാസനും അവിടെ ഇരിക്കുന്നതാണ് ഭഗവാൻ കണ്ടത്. കൃഷ്ണൻ 3 പേരെയും വണങ്ങി. കുശല പ്രശ്നത്തിനൊന്നും ഒരുങ്ങിയില്ല. വേഗത്തിൽ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, മഹാരാജാവേ, ധർമ്മം വിജയിച്ചിരിക്കുന്നു. പലരും അങ്ങയെ ധർമ്മം ഉപദേശിച്ചു. ഞാൻ പാണ്ഡവർക്ക് വേണ്ടി 5 ഗ്രാമങ്ങളിൽ നൽകണമെന്ന് യാചിച്ചു. എന്നാൽ അങ്ങയ്ക്ക് അതുപോലും കേൾക്കുവാൻ തോന്നിയില്ല. യുദ്ധം ഒഴിവാക്കുവാനുള്ള പല ശ്രമങ്ങളും നടത്തി. പാർത്ഥന്മാർ കുലരക്ഷയും ക്ഷാത്രനാശവും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി അവർ യത്നിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. എല്ലാം കാലാശക്തിയുടെ വൈചിത്ര്യമെന്നേ പറയുവാനുള്ളൂ. എല്ലാം ചെയ്തതും ചെയ്യിക്കുന്നതും കാലമാണ്. അതിനാരെയും പഴിക്കുന്നതും കാര്യമില്ല. ആകയാൽ പാണ്ഡവപുത്രന്മാരിൽ അങ്ങ് ചെറ്റുദോഷം ചിന്തിക്കരുത്. അവരെ വെറുക്കരുത്. അവർ അങ്ങയെ ഇപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങയ്ക്കിനിയും പുത്രകാര്യങ്ങൾ സാധിക്കേണ്ടത് പാണ്ഡവരിൽ കൂടിയാണ്. അങ്ങയുടെയും ഗാന്ധാരി മാതാവിൻ്റെയും കാര്യമോർത്തിട്ട് അവർക്കൊരു സമാധാനവുമില്ല. പുത്രശോകാർത്ഥയായ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും അങ്ങേ വലുതായ ലജ്ജ കൊണ്ട് അവർക്ക് വന്ന് കാണാത്തതാണ്. ധൃതരാഷ്ട്രനോട് ഇപ്രകാരം പറഞ്ഞിട്ട് കേശവൻ ശോകാർത്ഥയായ ഗാന്ധാരി ദേവിയോട് പറഞ്ഞു, ഹേ സുവിത്രേ, ദേവിയെപ്പോലെ ഈ ലോകത്തിൽ മറ്റൊരു സീമന്തിനിയുമില്ല. അന്നെൻ്റെ മുമ്പിൽ എന്നെ സഭയിൽ വെച്ച് ജയാർത്ഥിയായ ദുര്യോധനോട് മൂർഖേ, നീ എൻ്റെ വാക്കുകൾ കേൾക്കൂ, ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ട് എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതോർത്ത് ശോകത്തിൽ മനസ്സ് വയ്ക്കരുത്. പാണ്ഡവന്മാരുടെ നാശത്തിന് ചിന്തിക്കരുത്. ഹേ മഹാഭാഗോ, ചരാചരത്തോടൊപ്പം ഈ ഭാരിടം തപോബലം കൊണ്ട് ക്രോധദീപ്തമായ നോട്ടത്താൽ ദഹിപ്പിച്ചു കളയുവാൻ അവിടുന്ന് ശക്തയാണ്. വാസുദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗാന്ധാരി പറഞ്ഞു, കൃഷ്ണ, ഭവാൻ പറഞ്ഞത് ശരിയാണ്. ആദികൊണ്ട് എൻ്റെ ബുദ്ധി അല്പം ചലിച്ചു. അതങ്ങയുടെ വാങ്ങുകളിൽ കേട്ട് വീണ്ടും ഉറച്ചു. അന്ധനും വൃദ്ധനും പുത്രന്മാരെല്ലാം മരിച്ചവനുമായ രാജാവിന് വീരപാണ്ഡവന്മാരും അങ്ങും മാത്രമാണിപ്പോൾ ശരണമായിട്ടുള്ളത്. ഗാന്ധാരി ചേല കൊണ്ട് മുഖം മറച്ച് പൊട്ടിക്കരഞ്ഞ് കേശവൻ വീണ്ടും പല സ്വാന്തന വാക്കുകളും പറഞ്ഞ് അവരെയും ധൃതരാഷ്ട്രരെയും ആശ്വസിപ്പിച്ചു. ശരീരം ആസകലം പൊടിയണഞ്ഞ് ചോരയിൽ കുളിച്ച് പടക്കളത്തിൽ കിടക്കുന്ന ദുര്യോധനൻ വേദന കൊണ്ട് പുളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് സഞ്ജയൻ അവിടെ വന്നത്. പഴയ കാര്യങ്ങൾ പലതും ദുര്യോധനന്റെ ഓർമ്മയിൽ എത്തിച്ചു. അവൻ പറഞ്ഞു, 11 അക്ഷൗഹിണിയുടെ നാഥനായിരുന്ന എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രാജാക്കന്മാരെല്ലാം അടക്കി ഭരിച്ച ഞാനിതാ നിലത്ത് കിടന്ന് ഉരുളുന്നു. എൻ്റെ കൽപ്പനയെ മുഴുവൻ ലോകം മാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഞാൻ ഏകനായി അനാഥനെ പോലെ കഴിയുന്നു. എങ്കിലും ഞാൻ എന്തിനു ദുഃഖിക്കണം? ചെയ്യേണ്ടതെല്ലാം ചെയ്തു, അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. യുദ്ധത്തിൽ തോറ്റിട്ടും ഞാൻ ശത്രുവിൻ്റെ ദാസ്യമേറ്റില്ല. ക്ഷത്രിയധർമ്മം അനുസരിച്ച് ഞാൻ യുദ്ധം ചെയ്തു തന്നെ മരിക്കുന്നു. ഏതൊരാൾക്കാണ് എന്നെപ്പോലെ ഉത്തമമായ അദ്യമുണ്ടാകുക? ഞാൻ അപമാനമേറ്റവനല്ല, അങ്ങനെയുമല്ല തോറ്റത്. എൻ്റെ ധർമ്മം തെറ്റിച്ച് ചതിച്ചാണ് വർഗോദരൻ വീഴ്ത്തിയത്. ചതിയന്മാരായ പാണ്ഡവരെ ഇനി ആര് വിശ്വസിക്കും? ഇപ്രകാരം പലതും പറഞ്ഞ് വിലപിച്ച് കണ്ണുനീർ വാഴ്ത്തുകൊണ്ടിരുന്ന ദുര്യോധനന്റെ മുമ്പാകെ അശ്വത്ഥാമാവും കൃപനും കൃതവർമാവും എത്തി. ദുര്യോധനൻ അവരെ കണ്ടപ്പോൾ തലയുയർത്തി വളരെ സാഹസപ്പെട്ട് കൈകുത്തി ചാടി എഴുന്നേറ്റ്. ദുര്യോധനന്റെ ശോചനീയമായ അവസ്ഥ കണ്ട് എല്ലാവരും വ്യസനിച്ചു. അശ്വത്ഥാമാവിനത് തീരെ താങ്ങുവാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിക്കരഞ്ഞുപോയി. തൻ്റെ പിതാവായ ദ്രോണൻ മരിച്ചപ്പോൾ പോലും തനിക്ക് ഇത്രയും വ്യസനമുണ്ടായില്ലെന്ന് അവൻ പറഞ്ഞു. ദ്രൗണി പ്രളയാഗ്നി പോലെ ജ്വലിച്ചു. ക്രോധാവേശത്തോടെ ഇരുകൈകളും കൂട്ടി ഞെരിച്ചുകൊണ്ട് ഇടർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു, ദുര്യോധന, പാഞ്ചാലന്മാരെ ഒട്ടുകം കൃഷ്ണൻ കണ്ടു നിൽക്കെ സർവ്വ ഉപായവും പ്രയോഗിച്ച് ഒടുക്കി
ഞാൻ അന്ധകാലനായി തീരെ എത്തിക്കുന്നുണ്ട്. ഹേ മഹാരാജാവേ, അങ്ങ് എനിക്ക് സമ്മതം തന്നാലും ജലം നിറച്ചൊരു കുടം കൊണ്ടുവരുവാൻ ദുര്യോധനൻ കൃപാചാര്യനോട് പറഞ്ഞു. കൃപൻ ജലം കൊണ്ടുവന്നു. ദുര്യോധനൻ പറഞ്ഞു, എൻ്റെ ആജ്ഞയാൽ ദ്രോണപുത്രനെ സേനാനിയായി അഭിഷേകം കഴിക്കുക. ക്ഷാത്രധർമ്മത്തിൽ നിൽക്കുന്ന ബ്രാഹ്മണൻ പൊരുതണമെങ്കിൽ വിശേഷിച്ചും രാജകൽപ്പന വേണമെന്നാണല്ലോ ധർമ്മജ്ഞന്മാർ പറയുന്നത്. രാജാവിൻ്റെ വാക്ക് കേട്ടയുടനെ കൃപൻ ദ്രൗണിയെ സേനാപതിയാക്കി അഭിഷേകിപ്പിച്ചു. അക്ഷോഹിണി എന്നല്ല, ഒറ്റ കാലാൽ പോലുമില്ലാതെ ദുര്യോധനന്റെ സേനാധിപതിയായി അഭിഷേകിതനായ അശ്വത്ഥാമാവ് ദുര്യോധനനെ സ്നേഹപുരസ്കരം തഴുകി. അശ്വത്ഥാമാവും കൃപനും കൃതവർമാവും സിംഹനാദം മുഴക്കിക്കൊണ്ട് അവിടം വിടുകയും ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം ശല്യപർവം സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം സൗഭക്തിക പർവമാണ്. തുടരും.